ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ആപ്ലെറ്റിൻ്റെ അകത്ത് പാരാമീറ്റർ റീഡ് ചെയ്യണേ എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാരാമീറ്റർ പാസ് ചെയ്യാൻ പറ്റുന്നത് ഈ ആപ്ലെറ്റിൻ്റെ HTML ടാഗിൻ്റെ അകത്ത് പരം എന്ന് പറയുന്ന ഒരു അട്രിബ്യൂട്ട് വെച്ചിട്ടാണ് അത് പോസിബിൾ ആവുന്നത്. അതുകൊണ്ട് ആദ്യം അതെങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ഒരു ആപ്ലെറ്റിൻ്റെ HTML കോഡ് നമ്മളൊരു ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ടാഗിൻ്റെ അകത്താണ് പാരാമീറ്ററിന് ഉള്ള ടാഗ് നമ്മൾ ഓപ്പൺ ക്ലോസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ആപ്ലെറ്റിൻ്റെ ടാഗിൻ്റെ അകത്ത് കയറി എന്നിട്ട് നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു നെയിം പാസ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ പേരാണ് ഒരു പാരാമീറ്ററായിട്ട് പാസ് ചെയ്യാൻ ആഗ്രഹിക്കണേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പരം ടാഗ് ക്രിയേറ്റ് ചെയ്യാണ്. പരം സ്പേസ് നമ്മളുടെ ആ ഒരു നെയിം എന്താണെന്ന് വെച്ചാൽ സ്പെസിഫൈ ചെയ്യുക. അതായത് പാരാമീറ്ററിൻ്റെ നെയിം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ വേണമെങ്കിൽ ഓതർ എന്നുള്ളൊരു പേര് ഞാൻ കൊടുക്കുവാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നൊരു അട്രിബ്യൂട്ട് ഈ പരം ടാഗിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ വാല്യൂ എന്നാണ് അതിൻ്റെ പേര്. അത് ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളുടെ ഈ ഒരു പാരാമീറ്ററിൻ്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വാല്യൂ ടൈപ്പ് ചെയ്തു. വാല്യൂ ഈക്വൽ ടു എന്നിട്ട് നമ്മളുടെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ അത് ഡബിൾ കോട്ട്സ് ഓപ്പൺ ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞു കൊടുക്കണം. ഇവിടെ ഇപ്പം ഞാൻ എൻ്റെ പേരാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ആൻഡോ എന്നും പറഞ്ഞിട്ട് ഞാൻ പേര് കൊടുത്തു. എന്നിട്ട് ഈ പരം ടാഗ് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. മറ്റേ ടാഗായിട്ട് ക്ലോസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക, അത്രേ ഉള്ളൂ. മറ്റേ ഗ്രേറ്റർ ദാൻ സിമ്പിൾ യൂസ് ചെയ്ത്. അപ്പോൾ ഇതോടെ നമ്മൾ ഒരു പാരാമീറ്റർ ആപ്ലെറ്റിൻ്റെ HTML ടാഗിൻ്റെ അകത്ത് എങ്ങനെയാണ് പാസ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിച്ചു. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെ ജാവയിൽ റീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കണ്ടേ. അപ്പോൾ അതിന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്കൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിൻ്റെ പേര് ഗെറ്റ് പാരാമീറ്ററാണ്. അപ്പോൾ ആ ഒരു ഗെറ്റ് പാരാമീറ്റർ എന്ന് പറയുന്ന മെത്തേഡിൻ്റെ അകത്ത് പാരാമീറ്ററിൻ്റെ നെയിം വെച്ചിട്ട് നമുക്ക് ആ വാല്യൂ റിട്രീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമ്മൾക്ക് ഈ ഒരു പാരാമീറ്ററിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് സ്ട്രിങ് സ്പേസ് നെയിം എന്നും പറഞ്ഞിട്ട് ഒരു സ്ട്രിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് ഞാനൊരു ഈക്വൽ ടു സിമ്പിൾ വെച്ചിട്ട് ഒരു അസൈൻമെൻറ്റ് ഓപ്പറേഷൻ ചെയ്യുകയാണ്. എന്നിട്ട് നമ്മളൊരു ഫങ്ഷൻ കോൾ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗെറ്റ് പാരാമീറ്റർ എന്നും പറഞ്ഞിട്ട് ആ ഒരു ഫങ്ഷൻ കോൾ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്ത് കോഡ്സ് വെച്ചിട്ട് നമ്മളിവിടെ പാരാമീറ്ററിന് നെയിം കൊടുത്തത് ഓതറാണ്. അപ്പോൾ കോഡ്സിൻ്റെ അകത്ത് ഓതർ എന്നും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സെമിക്കോളൻ ഇടുക. ഇങ്ങനെയാണ് നമ്മൾ ഒരു പാരാമീറ്റർ ആപ്ലെറ്റിൻ്റെ പ്രോഗ്രാമിൽ റീഡ് ചെയ്യേണ്ടത്. ഇനി ഇത് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഒരു സ്ട്രിങ് പ്രിൻ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഈ ആപ്ലെറ്റിൻ്റെ ഏറ്റവും ആദ്യത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ഡ്രോ സ്ട്രിങ് വെച്ചിട്ടാണത് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഡ്രോ സ്ട്രിങ് കോൾ ചെയ്യാണ്. ഡ്രോ സ്ട്രിങ്ങിൻ്റെ അകത്ത് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ആ ഒരു നെയിം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആ നെയിമിൻ്റെ വേരിയബിൾ പാസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ XY കോർഡിനേറ്റ് പാസ് ചെയ്ത് കൊടുക്കുക. അതപ്പോൾ ഞാനൊരു ജസ്റ്റ് റാൻഡം വാല്യൂസ് പാസ് ചെയ്യാണ്. ഒരു 30 ഒരു 15 XY കോർഡിനേറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് സേവ് ചെയ്യുക. ഇത് സേവ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ സാധാരണ ആപ്ലെറ്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന അതേ രീതിക്ക് തന്നെയാണ് ചെയ്യേണ്ടത്. അതിനപ്പോൾ ഞാൻ കമ്പൈൽ ചെയ്യാൻ വേണ്ടി JavaC സ്പേസ് my app .java കൊടുക്കുകയാണ്. അപ്പോൾ അത് കമ്പൈലായി. ഇനി ഇത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ആപ്ലെറ്റ് വ്യൂവർ സ്പേസ് my app.java ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ആ പാരാമീറ്ററിൻ്റെ അകത്തുള്ള ഓതറിൻ്റെ നെയിം, അതായത് ആൻഡോ എന്നുള്ള ആ ഒരു വാല്യൂ ഇവിടെ പ്രിൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഒരു പാരാമീറ്ററിൽ വാല്യൂ പാസ് ചെയ്തിട്ട് അത് ആപ്ലെറ്റിൻ്റെ അകത്ത് റീഡ് ചെയ്ത്
നമ്മൾ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിക്കാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ സ്ട്രിങ് ആണ് പാസ് ചെയ്ത് കാണിച്ചത്. നമുക്ക് വേണമെങ്കിൽ ഇൻറ്റീജർ വാല്യൂ ഇതേപോലെ പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഒരു ടാഗും കൂടെ ക്രിയേറ്റ് ചെയ്യണം, അതായത് വേറൊരു പാരാമീറ്ററും കൂടെ പാസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നെയിം പാരാമീറ്ററിന് ഞാൻ കൊടുക്കുന്നത് ഏജ് ആണ്, എൻ്റെ വയസ്സ്. അപ്പോൾ ഞാൻ ഏജ് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്ത് വാല്യൂ പോയിട്ട് ഞാൻ കോഡ്സിൻ്റെ അകത്ത് 25 കൊടുത്തു. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പാരാമീറ്ററിൻ്റെ ആ ഒരു വാല്യൂ അത് ഇൻറ്റീജർ ആണെങ്കിലും സ്ട്രിങ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മളത് ഡബിൾ കോഡ്സിലാണ് കൊടുക്കേണ്ടത്. ഞാനിവിടെ 25 ഏജ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഏജിൻ്റെ വാല്യൂ എങ്ങനെയാണ് ആപ്ലെറ്റിൻ്റെ അകത്ത് ആക്സസ് ചെയ്യണേ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഏജ് ഒരു ഇൻറ്റീജർ വാല്യൂ ആയതുകൊണ്ട് ഞാനിവിടെ ഇൻറ്റ് ഏജ് എന്നും പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇൻറ്റ് ഏജ് ഈക്വൽ ടു നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഏജിൻ്റെ പാരാമീറ്റർ ഗെറ്റ് പാരാമീറ്റർ വെച്ചിട്ട് കോൾ ചെയ്ത് ആ വാല്യൂ റിട്രീവ് ചെയ്യണം. അത് കൂടാതെ തന്നെ ആ റിട്രീവ് ചെയ്യുന്ന വാല്യൂവിനെ നമ്മൾ ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഇൻറ്റീജർ കൺവേർട്ട് ചെയ്യാനുള്ള മെത്തേഡാണ് നമ്മളിവിടെ കോൾ ചെയ്യേണ്ടത്. അതിന് ഞാൻ ഇൻറ്റീജർ ഡോട്ട് പാഴ്സ് ഇൻറ്റ് എന്നും പറഞ്ഞിട്ട് നമുക്കൊരു മെത്തേഡുണ്ട്. ആ മെത്തേഡിൻ്റെ അകത്ത് പോയിട്ട് നമ്മൾ ഗെറ്റ് പാരാമീറ്റർ മെത്തേഡ് കോൾ ചെയ്യുക. അതിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് എന്നിട്ട് ഡബിൾ കോഡ്സിൽ ഏജ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് പുറത്ത് വരാൻ സെമിക്കോളൻ ഇടുക. എന്നിട്ട് നമ്മൾ ഈ ഡ്രോ സ്ട്രിങ്ങിൻ്റെ അവിടെ നമുക്ക് വേണമെങ്കിൽ നെയിം പ്ലസ് ഏജ് കൊടുത്തു നോക്കാം. എന്നിട്ട് ഞാനിവിടെ അത് സേവ് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ ജാവ പ്രോഗ്രാം ഒന്നുകൂടി കമ്പൈൽ ചെയ്യാണ്. കമ്പൈൽ ചെയ്തിട്ട് റൺ ചെയ്യുമ്പോൾ എനിക്കിവിടെ എൻ്റെ പേരിൻ്റെ ഒപ്പം തന്നെ ഏജും പ്രിൻ്റായി വരും. ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. നിങ്ങൾക്കിപ്പോൾ സപ്പോസ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ കിട്ടുകയാണ് ആപ്ലെറ്റിൽ 2 പാരാമീറ്ററിൽ 2 വാല്യൂസ് പാസ് ചെയ്തിട്ട് അത് സം ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്ത് കാണിക്കുക എന്ന് അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെങ്കിൽ അതും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാഴ്സിൻ്റെ കേസ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ആപ്ലെറ്റിൻ്റെ അകത്ത് പാരാമീറ്റർ എന്ന് പറയുന്ന ടോപ്പിക്ക്. ഇതോടെ ആപ്ലെറ്റിൻ്റെ പാരാമീറ്റർ എന്നുള്ള ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ആപ്ലെറ്റിൻ്റെ അകത്ത് ഒരു ഇമേജ് ഡിസ്പ്ലേ ചെയ്യണേ എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.